ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൻ്റെ ബിടെക്കിൻ്റെയും മറ്റു കോഴ്സുകളുടെയൊക്കെ ലാസ്റ്റ് റാങ്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യം ഒന്ന് പറയട്ടെ. ക്യുസാറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യണം വെബ്സൈറ്റിൽ. ഓക്കെ, നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു 3 ബാറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ഏതാണ് അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബിടെക് ആണെങ്കിൽ ബിടെക്, ബിലെറ്റ് ആണെങ്കിൽ ബിലെറ്റ്, ഇൻ്റഗ്രേറ്റഡ് ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അതനുസരിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് കാണിക്കുക. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ കാറ്റ് റാങ്ക് ലിസ്റ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടോ അവരുടെ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ബിടെക്കിൻ്റെ കേസിലാണെങ്കിൽ 20 മാർക്ക് 19-20 മാർക്ക് മതിയാവും. SC/ST കാൻഡിഡേറ്റ്സിന് ഇന്ന മാർക്ക് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റ് റാങ്കിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ വരുന്ന ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യുസാറ്റിലേക്ക് മെയിൽ ചെയ്യുകയോ മറ്റു രീതിയിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. അതനുസരിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ അത് ക്യുസാറ്റ് തിരുത്തിയിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് ഇത് കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് നിങ്ങളുടെ ക്യുസാറ്റിൻ്റെ മെയിൻ റാങ്ക്, പിന്നെ നിങ്ങൾ കാറ്റഗറി വൈസ് എത്രാമതാണ് നിൽക്കുന്നതെന്നുള്ളതും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഉണ്ടാവും, മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, പല കാറ്റഗറിയിലുള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ട് ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ എത്രാമതാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൻ റാങ്ക് കാണിച്ചേക്കുന്നത് ചിലപ്പോൾ ഒരു 10,000 സംതിങ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് കാണിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 4,000 സംതിങ്ങോ അല്ലെങ്കിൽ മറ്റ് 400 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഒരു 480 അതിനർത്ഥം എന്താണ്, നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ 480 നിൽക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ലാതെ ആ ഒരു റാങ്ക് അല്ല ഇവിടെ ലാസ്റ്റ് റാങ്ക് കാണിക്കുമ്പോൾ പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അതായത് നിങ്ങളിങ്ങനെ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ ജനറൽ, ETB, MSM, OBH എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റാങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ റാങ്ക് അത് കീമിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കാറ്റഗറി ലിസ്റ്റിൽ വരുന്ന റാങ്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഇതിൽ കാണുന്ന നമ്പറോ ഒന്നുമല്ല നമ്മൾ ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ നോക്കേണ്ടത്. നമ്മുടെ മെയിൻ റാങ്ക്, ഇപ്പോൾ ക്യുസാറ്റ് കാറ്റ് റാങ്ക് നമുക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ റാങ്ക്. അതുപോലെ കീം മെയിൻ റാങ്ക്, കീം വരുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കീമിൻ്റെ കാര്യം കൂടി പറഞ്ഞെന്നുള്ളൂ. കീം വരുമ്പോൾ കീം മെയിൻ റാങ്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ കാറ്റഗറിയുടെ അടിയിലാണ് വന്നേക്കുന്ന നമ്പറെങ്കിലും നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഇപ്പോൾ ആദ്യം കൊടുത്തേക്കുന്ന ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിലെ കുട്ടികൾക്ക് മാത്രമുള്ള സീറ്റാണ് സ്റ്റേറ്റ് മെറിറ്റ്. അതിന് നമ്മൾ ഫ്രീ സീറ്റ് എന്ന് പറയാറുണ്ട്, പക്ഷേ സീറ്റ് ഫ്രീ അല്ല, ഫീസുണ്ട്. 26,000 അല്ലെങ്കിൽ 27,000 സംതിങ് 6 മാസം കൂടുമ്പോൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് ബിടെക് CE മീൻസ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ്, SOE എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കാക്കര, അതായത് മെയിൻ ക്യാമ്പസായ SOEയിലുള്ള സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ലാസ്റ്റ് റാങ്കാണ്. ഓക്കെ, അതിൽ ഓരോ കാറ്റഗറിയുടെയും താഴെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ, ETB എത്രയാണ്, MSM എത്രയാണെന്നുള്ളത് താഴെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തൊട്ട് താഴെ ഞാനിത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് റാങ്ക് കണ്ടു. ഓക്കെ, ഈ ലാസ്റ്റ് റാങ്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ റാങ്കിലല്ലേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഒരുപാട് പുറകിലാണ്, കിട്ടില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഫീസ് കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്, പിന്നെ എക്സാം കഷ്ടപ്പെട്ട് എഴുതിയതാണ്, റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാളാണ്. ഇനി പ്രത്യേകിച്ച് കൗൺസിലിങ്ങിന് ഫീസൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വെച്ച് കൊടുക്കുക. അതുപോലെ വെബ്സൈറ്റ് ഒന്ന് റെഗുലറായിട്ട് നോക്കുക. ഓക്കെ, എന്നിട്ട് ഓപ്ഷൻസ് വെച്ച് കൊടുത്ത് നിങ്ങൾ ഇനിയൊരു ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ലാസ്റ്റ് റാങ്ക് കണ്ടിട്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഇത് കൊടുക്കണ്ട എന്നുള്ള തീരുമാനമൊന്നും എടുക്കണ്ട. കാരണം ചിലപ്പോൾ സ്പോട്ടിലൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള റാങ്കുകളും വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴും ക്യുസാറ്റിൻ്റെ അലോട്ട്മെൻറ്റുകളാണ് ആദ്യം വരുന്നത്. ക്യുസാറ്റിൻ്റെ 2 അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോഴായിരിക്കും മിക്കവാറും കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യുസാറ്റിൻ്റെ ആദ്യത്തെ 2 അലോട്ട്മെൻറ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ലാസ്റ്റ് റാങ്കിൽ ഉണ്ടാവില്ല.
കുറച്ചും കൂടി പുറകിലുള്ളവർക്ക് കിട്ടുക സ്പോട്ടൊക്കെ വരുമ്പോഴായിരിക്കും. അതായത് കീമിൻ്റെ JEയുടെയൊക്കെ അലോട്ട്മെൻറ്റുകൾ കഴിയണ അനുസരിച്ചിട്ടായിരിക്കുള്ളൂ കുറച്ചും കൂടി പുറകിലുള്ള റാങ്കുകാർക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ക്യുസാറ്റിൽ ഒരു അഡ്മിഷൻ എടുത്തു, ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, അഡ്മിഷൻ എടുത്തു, ഫീസൊക്കെ അടച്ചു. ഓക്കെ, ഫീസൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫീസ് അടച്ചാലാണ് നമ്മുടെ ആ ഒരു ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ക്യുസാറ്റിൽ അടയ്ക്കാനുള്ള ഫീസ് അടച്ചാൽ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പരിഗണിക്കുള്ളൂ നമ്മുടെ ഹയർ ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ ആ ഫീസ് നിങ്ങളിപ്പോൾ ക്യുസാറ്റിലേക്ക് തന്നെയാണ് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും മാറുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടനാടുള്ള ക്യാമ്പസിൽ നിന്ന് SOയുടെ ക്യാമ്പസിലേക്ക് മാറുവാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ നിന്ന് ഓൾ ഇന്ത്യ മെറിറ്റിലേക്ക് മാറുവാണെങ്കിലോ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റിൽ നിന്ന് സ്റ്റേറ്റ് മെറിറ്റിലേക്കൊക്കെ മാറുവാണെങ്കിൽ ആ ഒരു ഫീസ് അവിടെ ബാലൻസ് ചെയ്തോളും, അത് നിങ്ങൾക്ക് തിരിച്ചു തരും. മനസ്സിലായോ? പക്ഷേ നിങ്ങളിപ്പോൾ ക്യുസാറ്റിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ട് പിന്നീട് കീമിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ മാറുവാണെങ്കിൽ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്യുസാറ്റിനുണ്ട്. അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസിൻ്റെ ഇത്ര പെർസെൻറ്റേജേ തരുള്ളൂ, ഇത്രാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റേജേ തരുള്ളൂ എന്നുള്ളൊരു റൂള് ക്യുസാറ്റ് എല്ലാ വർഷവും വെക്കാറുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ വെബ്സൈറ്റിലിടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ പറയാം, നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. പിന്നെ ഈ ഫീസ് നമുക്ക് തിരിച്ച് കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ പോരുവാണ്, നമുക്ക് ആ ഫീസ് തിരിച്ച് കിട്ടും. പക്ഷേ ക്യുസാറ്റിൻ്റെ ഫീസ് നമ്മൾ കീമിൻ്റെ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുമ്പോൾ ഉടനെ തന്നെ കിട്ടുന്ന പോലെ കിട്ടൂല. ക്യുസാറ്റിൻ്റെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തിട്ട്, അതായത് ചിലപ്പോൾ 1-2 മാസങ്ങൾ നിങ്ങൾക്ക് വിളിച്ചേക്കാം. സാധാരണഗതി നമുക്ക് 2023 വരെ അങ്ങനെയായിരുന്നു. 24 എന്തെങ്കിലും ചേഞ്ച് വരുത്തോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ക്യുസാറ്റിൽ അഡ്മിഷൻ എടുത്തു, അതിനുശേഷം കീം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുവാണ് ഈ ക്യുസാറ്റിൽ ഫീസ് വാങ്ങിച്ചിട്ട് കീമിൻ്റെ അലോട്ട്മെൻറ്റ് എടുക്കുമ്പോൾ ആ കോളേജിൽ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു ഫീസ് തിരിച്ച് കിട്ടില്ല, കുറച്ച് താമസം ഉണ്ടാവും ഫീസ് തിരിച്ച് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ കീം അലോട്ട്മെൻറ്റിൽ കൊടുക്കാൻ വേറെ ആ ഒരു എമൗണ്ട് റെഡിയാക്കണം എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ കീമിൻ്റെ അലോട്ട്മെൻറ്റിലാണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ പറയുന്നവരെയും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് മാറുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഫീസും നിങ്ങൾ ചെന്ന് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതിന് താമസം ഉണ്ടാവാറില്ല. പക്ഷേ ക്യുസാറ്റിൻ്റെ കേസിൽ കുറച്ച് താമസം ഉണ്ടാവും. മാത്രമല്ല ക്യുസാറ്റിൻ്റെ ആ ഒരു ഡേറ്റിനുള്ളിൽ കുറച്ച് ഡേറ്റുകൾ അവർ പറയാറുണ്ട്. 50% ഓഫ് ഫീസ് റിട്ടേൺ, പിന്നെ 10% ഫീസ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡേറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഫീസ് തിരിച്ച് കിട്ടുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലാസ്റ്റ് റാങ്ക് പറഞ്ഞപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് SOE പറഞ്ഞു. പിന്നെ താഴെ പറഞ്ഞേക്കുന്നത് BTech CE മീൻസ് സിവിൽ എഞ്ചിനീയറിംഗ് ഓൾ ഇന്ത്യ മെറിറ്റ്, അതായത് എല്ലാവർക്കും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സീറ്റാണ് ഓൾ ഇന്ത്യ മെറിറ്റ്. പിന്നെ കുസക്കിലെ സ്റ്റേറ്റ് മെറിറ്റ്, കുസക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്യാമ്പസാണ് കുട്ടനാടുള്ളത്, അത് അവിടുത്തെ തന്നെ ഓൾ ഇന്ത്യ മെറിറ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ലിസ്റ്റ്. നിങ്ങൾക്കിത് നമ്മുടെ അഡ്മിഷൻ്റെ വെബ്സൈറ്റിലെ admission.cusat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. 2023 ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലാസ്റ്റ് റാങ്ക് നിങ്ങൾ കണക്കാക്കേണ്ട, ഇതിലും ശേഷവും അലോട്ട്മെൻറ്റുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും, കാരണം നമ്മുടെ കീമിലൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ ഓപ്ഷൻസ് കൊടുക്കാൻ ഒരു ഫീസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് എൻട്രൻസ് കമ്മീഷണർ റീഫണ്ട് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു ഫീസിൽ അത് കുറക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്യുസാറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഇതുവരെ ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകിച്ചൊരു പൈസയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ക്യുസാറ്റിൻ്റെ ക്യാറ്റ് റാങ്കിൽ വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ കൊടുത്ത് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ക്യുസാറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്, നിങ്ങൾക്ക് ക്യുസാറ്റിൽ പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. ക്യുസാറ്റും മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ കീമിൽ വരുമ്പോൾ നമുക്ക് KTU ആണ്. KTU വരുന്നുണ്ട്, ചില ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. KTUയും ക്യുസാറ്റിൻ്റെ സിലബസും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്യുസാറ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ ക്യുസാറ്റിൻ്റെ ആ 2 ക്യാമ്പസ്, കുട്ടനാടുള്ള ക്യാമ്പസിലും SOയുടെ ആ 2 ക്യാമ്പസിലാണുള്ളൂ. KTUയുടെ സിലബസ് എന്ന് പറയുമ്പോൾ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു 5-6 കോളേജുകൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ ഒരു
KTയുടെ സിലബസാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. ഏതാ എളുപ്പം എന്ന് വെച്ചാൽ രണ്ടും പാടൊന്നുമില്ല, നിങ്ങൾ പഠിക്കുന്നതനുസരിച്ചിട്ടിരിക്കും. കിസാറ്റാണ്. കിസാറ്റിൻ്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മുടെ മറ്റ് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലുള്ള മിക്ക കോളേജുകളുടെയും എക്സാമുകളും അല്ലെങ്കിൽ കരിക്കുലമൊക്കെ തീരുമാനിക്കുന്നത് KTU ആണ് കേട്ടോ. അപ്പോൾ അത് ആണ് വ്യത്യാസമുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചിട്ട് റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.